പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖത്തഅനാഹും ഫിൽ അർളി ഉമമൻ മിൻഹും സാലിഹൂൻ. ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ സദ്വൃത്തരുണ്ട്, അതിന് താഴെയുള്ളവരും അവരിലുണ്ട്. അവർ മടങ്ങേണ്ടതിനായി നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി. ഭൂമിയിൽ അവരെ പല സമൂഹങ്ങളെ അല്ലാഹു പിരിച്ചിരിക്കുന്നു. അവരെയാണ് ഇസ്രായേലിൽ. പല സമൂഹങ്ങളുണ്ട്. നമ്മൾ ലഷ്കനാസി ജൂതന്മാരുണ്ട്, ചെകുത്താനെ ആരാധിക്കുന്നവരുണ്ട്, പല കൂട്ടരുമുണ്ട് അവർ. അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി ജോലി എടുത്ത് ജീവിക്കുന്ന ജൂതന്മാരുണ്ട്. പല വിഭാഗങ്ങളും ഉണ്ടാവും. പിന്നെ അവരുടെ കൂട്ടത്തിൽ സദ്ബുദ്ധരുണ്ട്. അപ്പം നല്ല ആൾക്കാർ. അപ്പം പൊതുവേ ജൂതന്മാർ മൊത്തം നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട ഒരു ചെറിയ കൂട്ടം നന്മ ചെയ്യുന്ന കൂട്ടർ അവരിലുണ്ട്. വളരെ തുച്ഛ ശതമാനം, 10% പേരൊക്കെ നല്ലവരായിട്ട് ജൂതന്മാരുണ്ടാവും. ബാക്കി 90% പേരും മോശക്കാരാണ്. കാരണം അവരുടെ പ്രകൃതി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമാന്മാരാണ്, അതിബുദ്ധിമാന്മാരാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്താണ്, മജീഷ്യന്മാരാണല്ലോ അവർ കൂടുതലായിട്ട് വന്നത്. മജീഷ്യന്മാർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവും. ഏതൊരു മജീഷ്യന്മാരും ഒക്കെ ആണെങ്കിലും അത് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവും. അതുപോലത്തെ ചില ജോലികളിൽ ഇപ്പോൾ ചില ആൾക്കാർ മേശിരി, ഇപ്പോൾ ഒരു 4-5 സുഹൃത്തുക്കൾ കൽപ്പണിക്കാരെ കൂടെ ഹെൽപ്പറായിട്ട് പോയി. സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കൽപ്പണിക്കാരെ കൂടുതൽ ഹെൽപ്പറായിട്ട് പോയി. അത് ബുദ്ധിമാന്മാരായ വ്യക്തിയായിരിക്കും മേശരിയായിട്ട് മാറാം. ബാക്കിയുള്ളവർ ജീവിതകാലം വരെ ഹെൽപ്പറായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബുദ്ധിമാന്മാരെന്ത് ചെയ്യും, അതിൽ പണി എളുപ്പം പഠിക്കാൻ കഴിയും. അതെങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അവർ മേശരിമാരൊന്നും ചെയ്യുന്നത് നോക്കി ഇങ്ങനെ വരുമ്പോൾ സംശയം ചോദിച്ച് അതിനെപ്പറ്റി പഠിച്ച് അതിനൊരു താല്പര്യം ഉണ്ടാവും. ഈയുള്ളവൻ അല്പം ബുദ്ധിമാനാണ്. ടൈൽസ് പണിക്കാരൻ്റെ കൂടെ പോയി. അപ്പോൾ അദ്ദേഹം തൂണ്, പിന്നെ നമ്മളെ കൊലാലി ജാനി ഉണ്ടാവില്ല, ചാരുവടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ അതിനടുത്തൊരു തൂണുണ്ടാവും. അപ്പോൾ തൂണിൻ്റെ അവിടെ അദ്ദേഹം പിന്നെ ടൈൽസ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. അത് അദ്ദേഹം വെച്ചത് ഒരു അർദ്ധ ഭാഗത്ത് വെച്ചു, പിന്നെ മറ്റൊരു ഭാഗം വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി ഈ അർദ്ധ ഭാഗത്ത് ഇങ്ങനെ വെക്കാൻ 3 പീസാക്കി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ കോർണറിൽ കൂടെ ഒരു പീസ് ഇങ്ങോട്ട് വെച്ചാൽ എളുപ്പമല്ലേ, ഇതെങ്ങനെയാണത്. അതിൻ്റെ തൂണിൻ്റെ വട്ടം, അടുത്ത തൂണിൻ്റെ വട്ടം കണക്കാക്കി കട്ട് ചെയ്യും വേണം. പിന്നെ വേസ്റ്റ് ആവുകയും പുറത്തേക്ക് കാണുകയും ചെയ്യരുത്. എങ്ങനെ കട്ട് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചു, വരച്ചു ഒക്കെ ചെയ്തു ഒക്കെ നോക്കി. അപ്പോൾ അതാണ് ബുദ്ധിമാന്മാരുടെ ഇതാണ്. അത് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അത് പരിഹരിക്കാനും അത് എങ്ങനെ ചെയ്യും അതിനൊക്കെ ചിന്തിക്കാനൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പം മേശരിമാരൊക്കെ ആവാൻ കഴിയും. അതേപോലെ അവർക്ക് ഇതും വേണം, ഒരു നിശ്ചയദാർഢ്യം വേണം, സ്ഥിരോത്സാഹമൊക്കെ വേണം. മടിയന്മാർ പറ്റില്ല. ചില അതിബുദ്ധിമാന്മാരായിരിക്കും, മടിയന്മാരായിരിക്കും, അവർ എവിടെ എത്തിപ്പെടില്ല. എത്ര വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ അതിബുദ്ധിമാന്മാരായിരിക്കും. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം അവർ കുഴപ്പം നടക്കുകയോ അല്ലെങ്കിൽ കഞ്ചാവിൻ്റെയും മദ്യത്തെ അടിമകളൊക്കെ ആയിട്ട് മാറും. കാരണം പണിയെടുക്കുക മടി. അപ്പോൾ രണ്ടും വേണം, ജോലി ചെയ്യാനും ഉത്സാഹം വേണം, ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നത സ്ഥാനത്തൊക്കെ എത്താം. അപ്പോൾ ഈ മജീഷ്യന്മാർക്കൊക്കെ മജീഷ്യൻ ജോലിയൊന്നും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അത് കുറച്ച് കാര്യങ്ങളും മണ്ടയും വേണം. അപ്പോൾ ആ കൂട്ടരാണ് ഈ മൂസാ നബിയിലേക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മജീഷ്യന്മാരെയും പിന്നെ ഈ ശപിക്കപ്പെട്ട ഫിറോന് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സമൂഹം തന്നെ ഉണ്ടാവും. ചിലപ്പോൾ 100 ഇപ്പോൾ 500 പേരൊക്കെ ഉണ്ടാവും. ആ 500 പേര് മൊത്തം എന്ത് ചെയ്തു, മൂസാ നബിയുടെ കൂടെ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധിമാന്മാരുടെ ഒരു സംഘമായി മാറല്ലോ അല്ലേ. കോർണർ ഓഫ് ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ മൂല എന്ന് പറഞ്ഞ മാതിരി ആ ബുദ്ധിമാന്മാരുടെ ഒരു സംഘമായിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നും കൂടി ഒരു ബുദ്ധി വർദ്ധിക്കും. പ്രകാശത്തിൻ്റെ മുകളിൽ പ്രകാശം. ഇപ്പോൾ ഒരുപാട് ബൾബ് ഉള്ള സ്ഥലത്തേക്ക് മറ്റൊരു ബൾബും കൂടി വെച്ചാൽ ആ ബൾബിൻ്റെ പ്രകാശം ഒന്നും കൂടി കൂടും. മറ്റുള്ള ബൾബിൻ്റെ പ്രകാശം ഇതിന്മേൽ തട്ടി രണ്ടാമതും പ്രകാശിക്കും അല്ലേ. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവർ അതിബുദ്ധിമാന്മാരാണ്. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് ഒന്നും കൂടി കൂടിയപ്പോൾ അവരിൽ നിന്ന് അറിവ് ഇവർക്ക് കിട്ടി, ഇവരിൽ നിന്ന് അറിവ് അങ്ങോട്ടും കിട്ടി. അങ്ങനെ വലിയൊരു അറിവിൻ്റെ ഒരു നിറകുടമായി ആര് മാറി, ജൂതന്മാർ മാറി, അതിബുദ്ധിമാൻ. അതോട് അഹങ്കാരം കൂടി. അതുകൊണ്ടാണല്ലോ സാബത്ത് നിയമം ലംഘിച്ചത്.
പടച്ചോന് ശനിയാഴ്ച പിടിക്കരുത് തന്നെയാണ്. നമുക്ക് പണിയുണ്ട്, വെള്ളിയാഴ്ച നമുക്ക് ഇതാക്കാം, ഞായറാഴ്ച പോയി അത് വാഴ. അത്രക്കും ബുദ്ധിമാന്മാരാണ്. അപ്പം ഈ കുരുട്ട് ബുദ്ധിയൊക്കെ അഹങ്കാരികളാക്കി മാറ്റി. ശപിക്കപ്പെട്ട ഇബ്ലീസും അങ്ങനെ തന്നെയാണല്ലോ. ജിന്നു വർഗത്തെ മൊത്തം അള്ളാഹു നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവർ ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടാക്കി ഭൂമിയുടെ ഘടന താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു സഹിക്കില്ലല്ലോ അല്ലേ? പിന്നെ നമ്മളൊരു വാഹനം ഒരാൾക്ക് ഓടിക്കാൻ കൊടുത്തു, അയാൾ ഓടിക്കുന്നു, അമിതമായ വേഗതയിൽ ഓടിക്കുന്നു, അതിന് ഓട്ടയായിരിക്കാം. പക്ഷേ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും ഒരയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു, അത് സഹിക്കില്ല. അതുപോലെ ഭൂമിയുടെ ഘടന താറുമാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉടനെ അത് ഭൂമി നശിപ്പിക്കാൻ പാടില്ല. ഭൂമിക്ക് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ജിന്ന് വർഗത്തെ അള്ളാഹു മൊത്തം കൊന്നൊടുക്കുകയുണ്ടായത്. അന്ന് പ്രസവിച്ച് വീണ അസാസ് എന്ന ജിന്നൊഴി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അതിബുദ്ധിമാന്മാരായിരുന്നു ഈ മൂസാ നബിയുടെ കൂടെ വന്ന ഈ മജീഷ്യന്മാർ. പിന്നെ കൂടാതെ അവരുടെ അടിമകളുണ്ടായിരുന്നു, ഇസ്രായേലികൾ അടിമകളായിട്ട് ആൾക്കാരും. അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മൂസാ നബി വന്നത്. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇസ്രായേലികളെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറയാനുള്ള. അപ്പോൾ അതിന് ശേഷമാണല്ലോ ഈ മജീഷ്യന്മാരെ വിളിക്കുന്നത്. അപ്പോൾ ഈ അടിമകളായ ഫറോവിന് അടിമപ്പണി ചെയ്തിരുന്ന ഇസ്രായേലിനെ മോചിപ്പിക്കാനാണ് മൂസാ നബി വന്നത്. പക്ഷേ മറ്റവരും വന്നു. അപ്പോൾ ഈ അടിമകളായ ഇസ്രായേലികൾ ഉണ്ടായിരുന്നു. ഈ അടിമകളായ ഇസ്രായേലിയുടെ മക്കളായി നല്ല ജൂതന്മാരായി മാറിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ തുല്യം കുറവായിരിക്കും, എണ്ണത്തിൽ കുറവായിരിക്കും ചിലപ്പോൾ. അല്ല, എണ്ണത്തിൽ കുറവാൻ സാധ്യതയില്ല. വലിയ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എണ്ണത്തിലൊക്കെ കൂടുതലുണ്ടാവും. പിന്നീട് എന്തോ വംശനാശം വന്നു പോയതെന്തോ ഒക്കെ ആയിരിക്കും. അതായത് പിന്നീട് അവരൊക്കെ അതിലേക്ക് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. ഇസ്രായേലികൾക്കും ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർ ആ പിരമിഡൊക്കെ നിർമ്മിച്ചത് വെറും ആരോഗ്യം മൂലം മാത്രമല്ല, കായികശേഷി മാത്രമല്ല, ബുദ്ധിശക്തിയും കൂടിയിട്ടൊക്കെയാണ് എന്ന് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാം. പിന്നെ നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരു പനയെ ശക്തിയിൽ വളച്ചിട്ട് പിന്നിട്ട് അതിലൊരു കല്ലോ തീപ്പന്തമൊക്കെ എറിഞ്ഞിട്ട് ബോംബൊക്കെ എറിഞ്ഞിട്ടാണ് ശത്രുവിൻ്റെ കോട്ട നശിപ്പിക്കുന്നത്. അതുപോലെ പല ബുദ്ധികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരിത് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ചില വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അപ്പം അതുപോലെ തന്നെ അത് കല്ലല്ല, അത് സുർക്കി മിശ്രിതം ഉണ്ടല്ലോ, മണലും മറ്റെന്തൊക്കെ മിശ്രിതമൊക്കെ ചേർത്ത് ചൂടാക്കി ഇട്ട് നിർമ്മിച്ചതാണ് ആ കല്ല് എന്നും പറയാം. ഒരു പ്രത്യേക ഷേപ്പിലുള്ള കല്ല്, സമചതുരാകൃതിയുള്ള കല്ല്, പരിപൂർണ്ണ സമചതുരാകൃതിയിലെ അല്പം ഒരു ഭാഗം ചെരിഞ്ഞും കൊണ്ട് ബാക്കി ഭാഗമൊക്കെ സമചതുരം, ബാക്കി ഭാഗമൊക്കെ പിന്നെ ലംബ രൂപത്തിലും, ബാക്കി ഒരു ഭാഗം മാത്രം അല്പം ചെരിഞ്ഞുകൊണ്ടുള്ള ഒരു കല്ലാണ് അവർ അതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ കല്ലുണ്ടാക്കണമെങ്കിൽ അത് വെട്ടിയെടുക്കാനുള്ള സാങ്കേതികവിദ്യ അവർക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അച്ചുണ്ടാക്കിയിട്ട് സുർക്കി മിശ്രിതം മണലും പിന്നെ ഒക്കെ ചേർത്തിട്ട് സിലിക്ക തുടങ്ങിയതെല്ലാം ചേർത്ത് ചൂടാക്കുകയൊക്കെ ചെയ്ത ശേഷം വലിയ കല്ല് ഉണ്ടാക്കിയിട്ട് ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അതായത് ബുദ്ധി കൊണ്ടുമാണ് ചെയ്തത്. അപ്പോൾ ആ ഇസ്രായേലികളും ബുദ്ധിമാന്മാരായിരുന്നു, മറ്റു മജീഷ്യന്മാരും ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇസ്രായേലികൾക്ക് ഇത്രയും വലിയ ബുദ്ധിമാന്മാരായത്. ഇപ്പോഴും ആധുനിക കാലത്തും വളരെ പ്രശസ്തമായ പേരുകേട്ട പല കാർന്നന്മാരുടെ കമ്പനികളും പിന്നെ തലപ്പത്ത് ജൂതന്മാർ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ്. റോൾസ് റോയ്സ്, അങ്ങനെ പല പ്രമുഖ ബ്രാൻഡുകളും അതുപോലെ തന്നെ പല വൈമാനിക വാഹനങ്ങളും കപ്പലുകളും ഒക്കെ നിർമ്മിക്കുന്നതും അതിൻ്റെ കമ്പനി സ്ഥാപിച്ചതൊക്കെ ജൂതന്മാരായിരിക്കും. അത് ബാങ്കിൻ്റെയും ഭയങ്കര ബുദ്ധിയാണ്, കുരുട്ട് ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇവർ നല്ലവരും അതിലുണ്ടായിരുന്നു, വളരെ ന്യൂനപക്ഷം. ആ നല്ലവരും കുറേയൊക്കെ ബുദ്ധിയുള്ളവരുമാണ്. അങ്ങനെ അവർ മടങ്ങേണ്ടതിന് നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇടയ്ക്ക് നന്മയും തിന്മയും അല്ലാഹു കൊടുത്തു നന്നാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ കൂടുതൽ തെറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായത്. മഹാഭൂരിപക്ഷം, വളരെ ന്യൂനപക്ഷം മാത്രം അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും മുസ്ലിങ്ങളെപ്പോലെ തന്നെ നമസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന, മുസ്ലിങ്ങളുടെ ആ രൂപത്തിലല്ല, മറ്റു ചില രൂപത്തിൽ
നമസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ജൂതന്മാരുണ്ട്. അപ്പോൾ ചില കർമ്മം ജൂതന്മാർ ചെയ്യുന്നുണ്ട്. നിരീശ്വരവാദികൾക്ക് മുസ്ലിങ്ങൾ ചില കർമ്മം ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, ജൂതന്മാർ ചെയ്യുന്നത് പ്രശ്നമില്ല. അപ്പോൾ അതാണ്. അപ്പം അതിനൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല. അവർക്കും ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അള്ളാഹു പരലോകത്ത് നന്മ കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ പൊതുവെ പറയാറില്ല നല്ല സത്യസന്ധരായ ഹിന്ദുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ നരകത്തിലാണോ? ഒരിക്കലുമല്ല. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും. നമസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും. ഖദീജ റളിയല്ലാഹു നമസ്കരിച്ചിട്ടുണ്ടായിരുന്നോ? നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നോ? അവർ സ്വർഗത്തിലല്ലേ? അപ്പം അതാണ്. അപ്പം നമസ്കാരം നോമ്പും ഒക്കെ നമ്മളെ വിശ്വാസിയുടെ വിശ്വാസം കരുപ്പിടിപ്പിക്കാനുള്ളത് ഒന്നും കൂടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ വിശ്വാസിയും അതിൻ്റെ ജോലി എന്താ വെച്ചാൽ ജിഹാദാണല്ലോ. ജിഹാദ് വെച്ചാൽ വാളുമായി യുദ്ധം ചെയ്യൽ മാത്രമല്ല, സ്വന്തം ശരീരത്തോടൊക്കെ ഉള്ള ജിഹാദ്. ആ ജിഹാദിന് ശക്തി കൂട്ടാൻ വേണ്ടിയുള്ളതാണ് നമസ്കാരം നോമ്പ് അല്ലേ. ഒരു കൽപ്പണിക്കാരനെയൊക്കെ അവരുടെ ആയുധം രാവിലെ ഒക്കെ മൂർച്ചയാക്കും അല്ലേ. ഒരു മരവെട്ടുകാരനൊക്കെ ആണെങ്കിൽ അയാളുടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ ആയുധമൊക്കെ എല്ലാം മൂർച്ച കൂട്ടിയിട്ടാണ് പോവുക. കാരണം പിന്നീട് അത് മൂർച്ച കൂട്ടാൻ കഴിയില്ല പണി സ്ഥലത്ത് വെച്ച്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് നല്ലോണം മൂർച്ചയാക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസി ജിഹാദി, നമ്മുടെ സായുധ സമരമാണല്ലോ വിശ്വാസിക്ക് പരിപൂർണമായി അത്യന്തികമായിട്ടുള്ളത്. ആ സായുധ സമരത്തിന് വേണ്ടി തൻ്റെ ആയുധങ്ങൾ, തൻ്റെ വിശ്വാസത്തെ മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ളതാണ് നോമ്പും നിസ്കാരമൊക്കെ. അപ്പോൾ അതില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നരകത്തിൽ പോവില്ല. അപ്പോൾ നമ്മളിപ്പോൾ പ്രവാചകൻ്റെ ശേഷം വന്നവർ എന്തായാലും നിസ്കരിക്കണം. പക്ഷേ ഖദീജ ബീവി അങ്ങനെ പല വ്യക്തികളും നമസ്കരിക്കാത്തവരൊക്കെ ഉണ്ട്. ഒറ്റ നോമ്പ് പോലും നോൽക്കാത്തവരുണ്ടായിരുന്നു. യുദ്ധത്തിൽ വന്ന് ഇസ്ലാമിനെ സ്വീകരിച്ച് ഉടനെ തന്നെ യുദ്ധത്തിൽ പ്രവേശിച്ചു. ആ യുദ്ധത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ആൾക്കാരുമുണ്ട്. ഷഹാദത്ത് കലിമ മാത്രം ചൊല്ലി വേറെ ദിക്ർ പോലും എടുക്കാൻ കഴിയാത്ത വിശ്വാസി സ്വർഗത്തിൽ അവകാശികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അമുസ്ലിങ്ങളാവട്ടെ മറ്റ് അവരാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് അതിൻ്റെ ഫലം കിട്ടും. അള്ളാഹു പരലോകത്ത് അതിൻ്റെ ഫലം കിട്ടും എന്നാണ് ഇവിടുന്ന് പറയുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.